ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇത് 2 ദിവസം മുന്നത്തെ വീഡിയോ ആട്ടോ. അത് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് ഇന്നാണ് ഇടുന്നത്. രാത്രിയിലെല്ലാം നല്ല മഴയായിരുന്നു, അതുകൊണ്ട് രാവിലെ നല്ല മൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ചേട്ടായി പോകാൻ നേരത്ത് മഴയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് പൂരി ആക്കാൻ ഓർത്തട്ടോ. അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് കുഴയ്ക്കുവാണേ. ഞാൻ ചിലരിങ്ങനെ മുട്ടയൊക്കെ ചേർക്കാറില്ല, അതൊന്നും ചേർക്കാറില്ല കേട്ടോ. സാധാരണ ചൂടുവെള്ളം ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണയും ലാസ്റ്റ് അതിൻ്റെ മുകളിൽ തടവി കൊടുക്കുകയാട്ടോ ചെയ്യുന്നത്. നല്ലപോലെ കുറച്ച് ലൂസാക്കാണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ കുഴയ്ക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ബാജിക്കറി ആക്കട്ടെ. കുറച്ച് നേരം കുഴച്ചിട്ട് വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ വെക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുവേ. അപ്പോൾ ബാജി ആക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിനകത്ത് അടവയ്ക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്തിട്ട് സവോളയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കട്ടെ ചെയ്യുന്നത്. ഒരു 4 വിസിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. നല്ല ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, ഇതുപോലെ നല്ലതായിട്ട് ഉടഞ്ഞ് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൂരി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നല്ലോണം ഉടച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് കുറച്ച് കുറുകി വരുമ്പോഴത്തേനും അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കുക ചെയ്യുന്നത്. കുഞ്ഞ് നല്ല ഉറക്കമാണ് കേട്ടോ. അവൻ എഴുന്നേൽക്കുമ്പോഴത്തേനും ഒരു 9:30 ആവട്ടെ. ചേട്ടായി പോകാൻ നേരത്തെ ഒന്ന് എഴുന്നേൽക്കും. എന്നിട്ട് പാലെല്ലാം കുടിച്ചിട്ട് കിടന്നിട്ട് പിന്നെ ഒരു 9:30 ആവട്ടെ എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ കഞ്ഞി തിളച്ചിട്ടുണ്ടായിരുന്നു, അത് റൈസ് കുക്കറിനകത്ത് എടുത്ത് വെക്കുക കേട്ടോ. കുറച്ച് തിളച്ച് കഴിയുമ്പോൾ എടുത്ത് വെക്കാൻ നല്ലത്. ഇത് വേവ് കുറച്ച് കൂടുതലുള്ള അരിയാണ്, അതുകൊണ്ട് കുറച്ച് നേരം തിളപ്പിച്ചിട്ട് എടുത്ത് വെച്ചു. അങ്ങനെ ഭാജിയും പൂരിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ചേട്ടായി വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചു. പിന്നെ കുഞ്ഞിന് പൂരി കൊടുത്തപ്പോൾ വേണ്ടായിരുന്നു കേട്ടോ. അപ്പം അവന് ഞാൻ അടയാക്കി കൊടുക്കാമെന്ന് ഓർത്തിട്ടോ. വെല്ലം വെച്ച് അട ഉണ്ടയൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ, കഴിച്ചോളുവേ. അരിപ്പൊടി കൊണ്ട് ഞാൻ അടയാക്കാറ്. ഇന്ന് അരിപ്പൊടി ഇല്ലാത്തത് കൊണ്ട് മൈദ കൊണ്ട് തന്നെ ആക്കി കേട്ടോ. അപ്പോൾ ഇവിടെ വാഴയില്ല. അപ്പോൾ നമ്മുടെ മുന്നിലൊരു ചെറിയൊരു വാഴ ഉണ്ടായിരുന്നു, അതിന് ഞാൻ അവന് വേണ്ടിയിട്ട് മാത്രം പറിച്ചുകൊണ്ട് വന്നിട്ടേ ഇല. അങ്ങനെ അടുപ്പത്ത് വെച്ചു. വേകുന്ന സമയം കൊണ്ട് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചിട്ടോ. അപ്പം ചേട്ടായിയുടെ കൂടെ അവിടെ പുറത്ത് പണിയെടുത്തുകൊണ്ടുണ്ട് എന്തൊക്കെയോ. അങ്ങനെ അപ്പോഴത്തേനും അട വെന്തിട്ടോ. കുറച്ച് വെച്ചത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ. അങ്ങനെ കുഞ്ഞിന് ഫുഡ് കൊടുത്തു. ഞാൻ പോയപ്പം പുറത്ത് നിൽപ്പുണ്ടായിരുന്നു, ചേട്ടയുടെ കൂടെ പുറത്ത് എന്തൊക്കെയോ പണി ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫുഡെല്ലാം കൊടുത്തിട്ട് അവനെ കുളിപ്പിച്ചിട്ടോ. കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചേന കറി വെക്കാമെന്ന് ഓർത്തു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ചേന ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ തന്നെ കണ്ടിച്ചിട്ടിട്ട് ഉപ്പും തേങ്ങയൊക്കെ ഇട്ടിട്ട് തിന്നു കേട്ടോ. പുഴുങ്ങിയിട്ട് നല്ല ടേസ്റ്റല്ലേ അത്. കാച്ചിൽ പിന്നെ ചേമ്പ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പണ്ടൊക്കെ അങ്ങനെയല്ല കഴിക്കാറ്. അങ്ങനെ ചേന ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു വിസിൽ മതി കേട്ടോ. പെട്ടെന്ന് വേകുന്ന ചേനയായിരുന്നു. അങ്ങനെ ഒരു വിസിലിന് വെന്ത് കെട്ടി. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വഴറ്റുക കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ടാൽ നല്ലതാണ്. പിന്നെ ഞാൻ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് പെരുംജീരകവും കറുവപ്പട്ടയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതൊക്കെ ഇട്ടിട്ടാട്ടോ. മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, മഞ്ഞൾപ്പൊടി ആദ്യം അതിനകത്ത് ഇട്ടായിരുന്നല്ലോ വേവിക്കാൻ നേരത്തെ, അതുകൊണ്ട് ഇടുന്നില്ല. അങ്ങനെ നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുത്താൽ മതി. പൊടികൾ ഇടാൻ നേരത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഞാനങ്ങനെ ആട്ടോ ചെയ്യാറില്ലെങ്കിൽ കരിഞ്ഞു പോയാൽ പണിയാവില്ലേ. ഇപ്പോഴത്തേനും ചേന വെന്തിട്ടുണ്ടായിരുന്നു. ഒരു വിസിലേ അടിച്ചുള്ളൂ. ഞാൻ ഇട്ടപ്പോൾ ചെറുതായിട്ട് ചെറിച്ചിട്ടോ. നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ചേനയാട്ടോ. അത് വെള്ള കളറായിരുന്നു, അതുകൊണ്ടായിരിക്കും. പിന്നെ അരച്ചിട്ട് അതിലേക്ക് ചേർത്തിട്ടോ. അതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേനും കടുക് പൊട്ടിച്ച് ചേർത്താൽ മതി. അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട്, വറ്റൽമുളക് ഇട്ടാൽ നല്ലതാണ്, അത് ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് ചേർക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇച്ചിരി വെള്ളം പോലെയില്ല, കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ നല്ല കുറുകിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പാവയ്ക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേകുന്ന സമയം കൊണ്ട് അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തോരനാക്കാമെന്ന് ഓർത്തു. പാവയ്ക്ക തോരൻ എല്ലാവർക്കും ഇഷ്ടമാട്ടോ. കയ്പ്പാണെങ്കിലും ഇതിന് ഇച്ചിരി കയ്പ്പ് കുറവാണെന്ന് തോന്നുന്നു. കയ്പ്പാണെങ്കിലും രസമല്ലേ പാവയ്ക്കത്തോരൻ, കഞ്ഞിക്കൊക്കെ നല്ലതാണ്. അങ്ങനെ പാവയ്ക്കത്തോരൻ ആക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. പിന്നെ കുറച്ച് തെരണ്ടി ഉണ്ടായിരുന്നു, ഉണക്കത്തെരണ്ടി. അപ്പോൾ അത് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളത്തിലിട്ട് ഇച്ചിരി നേരം തിളപ്പിച്ചിട്ട് അതിൻ്റെ ഉപ്പ് കളഞ്ഞിട്ടാട്ടോ വറക്കുന്നത്. അപ്പോഴത്തേനും എൻ്റെ പാവയ്ക്കത്തോര റെഡിയായി. എന്നിട്ട് പെട്ടെന്ന് തന്നെ മീനും വറുത്തെടുത്തട്ടോ. ഇത് കണ്ടോ ഗൈസ്, നല്ല കുറുകി വന്നിപ്പോൾ ചേനക്കറി. നല്ലോണം ഉടഞ്ഞും പോയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വേഗമായിരുന്നു. ഞാൻ ഇപ്പുറത്ത് നോക്കിയപ്പോൾ കുഞ്ഞവിടെ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പുറത്ത് നല്ല വെയിലാണ്. രാവിലെയൊക്കെ നല്ല മൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വെയിലുണ്ട്. നല്ല രസമില്ല കാണാൻ മേഘങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറക്കിയതാണ് കേട്ടോ. അവിടെ ഇപ്പോൾ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോഴത്തേനും അപ്പുമൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടോ. പിന്നെ ആട്ടോ ചേട്ടയൊക്കെ വന്ന്, പിന്നെ അവരുടെ ഫ്രണ്ട്സ് അവരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കുളിച്ചത്.
അത് കഴിഞ്ഞ് പിന്നെ അവർ പുറത്ത് വണ്ടി കഴുകുന്നുണ്ടായിരുന്നു, വണ്ടിയുടെ എന്തൊക്കെയോ പണി നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അവർക്ക് ചായക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ സമയം ഒരു 4 മണി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 3:30 പിന്നെ കുറച്ച് നേരം അവിടെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പലഹാരമാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടയാക്കുക കേട്ടോ, ബെല്ലം വെച്ചിട്ട്. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് അവർ വണ്ടി കഴുകുകയോ പണി എന്തൊക്കെയോ ചെയ്തോന്നുണ്ട്. അങ്ങനെ അവരോട് പിന്നെ ചായ കുടിക്കാൻ പറഞ്ഞു. അവർ പുറത്ത് പണിയെടുത്തുകൊണ്ടുണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് കുഞ്ഞ് ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ പകൽ. എന്നിട്ട് പിന്നെ അവർ പോയി പാലെടുക്കാൻ പോയി ചായ കുടിച്ച് കഴിഞ്ഞിട്ട്. അത് ഞാൻ അടിച്ചു വാരും കേട്ടോ. കുഞ്ഞും മമ്മിയുടെ കൂടെ പുറത്തൂടെ അതിൽ കൂടെ നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തും കുറച്ച് കരിയിലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മമ്മി അടിച്ചു വാരുന്നുണ്ട്. ഞാൻ അകമെല്ലാം അടിച്ചു വാരിയിട്ട് വിളക്ക് കത്തിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബായ്. കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നത് ഭരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞു.